ഹായ് ഓൾ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസായിട്ട് നമ്മൾ വരുന്ന ഞാൻ വന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഫൈനാൻഷ്യലായിട്ട് എങ്ങനെ നമുക്ക് മണി സേവ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയിട്ട് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരു 8-10 പോയിൻ്റ് ഉണ്ട്, അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ബഡ്ജറ്റിംഗ് ഉണ്ടാകും. കാരണം നാട്ടിൽ നിന്നൊക്കെ ചിലപ്പം മാറി ആദ്യമായിട്ട് നിൽക്കുന്ന ഒരാളാകുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം ഫസ്റ്റ് നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഓരോ മന്ത്ലി വരുന്ന എക്സ്പെൻസ് മോണിറ്റർ ചെയ്യുക. കാരണം അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നിനും ഒരു ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു മന്ത്ലി എത്ര എക്സ്പെൻസ് വരുന്നു എന്നുള്ളത് എപ്പോഴും മോണിറ്റർ ചെയ്യുക. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻ്റായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട്സ് പലയിടത്തും അവൈലബിൾ ആയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ്, ജിമ്മ്, സിനിമാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മിക്ക സ്ഥലത്തും നമുക്ക് മെമ്പർഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണ്. ചിലയിടത്ത് അത് ഡിസ്പ്ലേ ചെയ്യും, ചിലയിടത്ത് നമ്മൾ ചോദിക്കണം. കാരണം അത് ഓൺലൈനും കാണാൻ ചിലത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിഫൈ പോലുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഡിസ്കൗണ്ട്സ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടം, TOTM, പിന്നെ യൂണിഡേയ്സ്, സ്റ്റുഡൻറ്റ് ബീൻസ്, അങ്ങനെയുള്ള കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കുറേ ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ടു ഗുഡ് ടു ഗോ എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ അങ്ങനെ കുറേ അധികം ആപ്സ് ഉണ്ട്. നമുക്ക് ചുമ്മാ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്ന ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോവുക, ഇഷ്ടംപോലെ ഡിസ്കൗണ്ട്സ് നമുക്ക് കുറച്ച് ചിലപ്പോൾ നമ്മളൊന്ന് കുറച്ച് ടൈം നമ്മൾ അതിനകത്തേക്ക് ഇത് ചെയ്യേണ്ടി വരും. പക്ഷേ ബാക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പർച്ചേസിനൊക്കെ പോകുന്ന സമയത്ത് എസ്പെഷ്യലി ഗ്രോസറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് ലിഡിൽ, ടെസ്കോ അങ്ങനെയുള്ള ആൽഡി. ഇപ്പം നമുക്ക് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ആൽഡി ഇല്ല, ആൽഡി അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ അസ്റ്റ, ടെസ്കോ അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പം ലിഡിലാണെങ്കിൽ ലിഡ് പ്ലസ് കാർഡ് യൂസ് ചെയ്യാം, നമുക്ക് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. ടെസ്കോയിലാണെങ്കിൽ ടെസ്കോ ക്ലബ് കാർഡ്, പിന്നെ അസ്റ്റയിലാണെങ്കിൽ അസ്റ്റ റിവാർഡ്സ്, പിന്നെ അതുപോലെ ഐസ്ലാൻഡ് ഓരോ ഷോപ്പിനും അതിൻ്റേതായ ഡിസ്കൗണ്ട് കാർഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഡിസ്കൗണ്ടും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. പക്ഷെ നമ്മളത് നോക്കുക. പിന്നെ അവിടെ ചില ഷോപ്പിൽ നമുക്ക് കയറുമ്പോഴത്തേനും നമുക്ക് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ചോദിക്കുക, എല്ലായിടത്തും അവൈലബിൾ അല്ല. പിന്നെ ഇതുപോലുള്ള ഷോപ്പ് കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഓരോ ഷോപ്പിനും ഓരോതായ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഐസ്ലാൻഡ് ആണെങ്കിൽ കൂടുതലും ഫ്രോസൺ പ്രോഡക്ട്സിന് നമുക്ക് കുറച്ചുകൂടെ തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ വില കമ്പയർ ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗൺസിലാണെങ്കിൽ പൗൺസിലാൽ പെർക്സ് എന്ന് പറഞ്ഞ, കാരണം പൗൺസിലാകുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് 1 പൗണ്ട് പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷേ എല്ലാം നമുക്കത് ചീപ്പായിട്ട് തോന്നണമെന്നില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിഫറൻസ് കാണും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് മിക്ക ഷോപ്പിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ടെസ്കോയിലൊക്കെ പോകുമ്പോഴത്തേനും അവിടെ ഈ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് എല്ലാ വെജിറ്റബിൾസിൻ്റെ ആണെങ്കിൽ ഒരു സെക്ഷനിൽ കാണും, മീറ്റിൻ്റെ ആണെങ്കിൽ അവിടെ കാണും. നമ്മളവിടെ ഇപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ റെഡ്യൂസിൽ നോക്കുക. പിന്നെ ചില ഷോപ്പിൽ 6 മണിക്ക് ശേഷം, അതായത് ഈവനിങ് 6 PM ശേഷം, കാരണം അവരുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചില സാധനങ്ങൾ റെഡ്യൂസ്ഡ് ആയിട്ട് ഇടും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ ഒരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് റിലേറ്റഡ്. അതായത് നമ്മളിവിടെ പുറത്ത് പോയി കഴിക്കുക എന്ന് പറയുന്നത്, എനിക്ക് മെയിൻലാൻഡിലെ കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നമുക്ക് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് തോന്നുന്നത് മക്ഡി അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചെങ്കിലും ചീപ്പായിട്ട് തോന്നുന്നത്. അപ്പം അത് നമുക്ക് എപ്പോഴും പ്രിഫറബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുക്ക് ചെയ്യുക, ഒരുമിച്ച് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ജോലിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈം ജോലിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇത് സ്റ്റഡീസും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യുക, അത് ഫ്രോസൺ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക, കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേസ്റ്റേജ് നമ്മൾ മാക്സിമം നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മേടിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷെയർഡ് അക്കോമഡേഷൻ ഒക്കെ ആണെന്നെങ്കിൽ ഒരുമിച്ച് മേടിക്കുക, അതതിനനുസരിച്ച് കുക്ക് ചെയ്യുക, വേസ്റ്റേജ് ഒഴിവാക്കുക. പിന്നെ ബൾക്കായിട്ട് കുക്ക് ചെയ്യുക. അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു നമ്മളെ കൺവീനിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യുക, എസ്പെഷ്യലി നമ്മൾ വരുന്ന സമയത്ത് കൂടുതൽ പുറത്തേക്ക് ഡിപ്പെൻഡ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ടിം ഹോട്ടൽസ്, മാക്ഡി അങ്ങനെയൊക്കെ KFC ഒക്കെ ജോലി ചെയ്യുമ്പോഴത്തേന് അവർക്കൊരു ഓഫേഴ്സ് കാണുമല്ലോ, സ്റ്റുഡൻസിന് ഓഫേഴ്സ് കാണും.
അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കൗണ്ടും ഫ്രീ മീലൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ വീട്ടിൻ്റെ മെയിനായിട്ട് നമുക്ക് വേണ്ട ക്ലോത്തിങ്, ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ചാരിറ്റി ഷോപ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ചാരിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേന് ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേനും വേറൊരു ഇമ്പ്രഷൻ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനല്ല, ഇവിടെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ സിറ്റിയിലും കാണും പലതരത്തിലുള്ള ചാരിറ്റി ഷോപ്സ്. ഓക്സ്ഫോം, ബ്രിട്ടീഷ് ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളായിട്ടുള്ളത്, പിന്നെ ലോക്കലായിട്ടുള്ള ചാരിറ്റി ഷോപ്സ് ഉണ്ട്. പലതരത്തിലുള്ള നമുക്ക് ഈവൻ ചില ഓർഗനൈസേഷൻസ് വരെ ഉണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് പലരും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, ഫൈനാൻഷ്യലായിട്ട് ഇഷ്ടംപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫസ്റ്റ് പീരീഡ് എന്നല്ല, ഈവൻ ഞങ്ങൾ ഇപ്പോഴും ചാരിറ്റി ഷോപ്സിനെ നമ്മൾ പോകാറുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ചാരിറ്റി ഷോപ്സ്. കാരണം അവിടെ നമുക്ക് നല്ല സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് നമുക്ക് ഡ്രസ്സിങ് ആയാലും ഫർണിച്ചേഴ്സ് ആയാലും ഈവൻ കിച്ചൺ എക്യുപ്മെൻറ്റ്സ്, കിച്ചൺ യൂട്ടൻസിൽസ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ കിട്ടും. നമുക്ക് ലോക്കലി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഫ്രീ അത്ര സ്ട്രഗിൾ ചെയ്യുന്ന, അതുപോലും വാങ്ങിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട് ഹെൽപ്പ് ചെയ്യാനുള്ള. അത് ലോക്കലി നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുക. പിന്നെ ഓൺലൈനായിട്ടുള്ള ചില ഈ റീയൂസ്ഡ് ആയിട്ടുള്ള വിൻറ്റഡ് പോലുള്ള കെംട്രി, eBay, മാർക്കറ്റ് പ്ലേസ്, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ നോക്കുക. എല്ലാം നമുക്ക് റിസ്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നല്ല രീതിയിൽ നോക്കിയിട്ട് വാങ്ങിക്കും. ഈ പറയുന്ന ചില വെബ്സൈറ്റ്സ് ഉണ്ട്, അതായത് നെയ്ബർഹുഡ് വെബ്സൈറ്റ്സ് എന്ന് പറയും. അതായത് ഓലിയോ, നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രീ സൈക്കിൾ എന്ന് പറയുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കലുണ്ട്. ഫ്രീ സൈക്കിൾ ഓരോ ഏരിയയിലനുസരിച്ച് ഫ്രീ സൈക്കിൾ എന്ന് പറയുന്ന ചില ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളും അവർ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ സ്പെയർ ആയിട്ടുള്ള സാധനങ്ങളും അവരതിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഓലിയോ പോലുള്ള സൈറ്റുകൾ, പിന്നെ അങ്ങനെയുള്ള വീട്ടിൽ ഉള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കൂടുതലും നല്ല റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ ഡംപ് ചെയ്യുന്നതിന് വരെ ഇതുപോലുള്ള ഫേസ്ബുക്ക് പേജിൽ ഇടാറാണ് പതിവ്. അപ്പം അതെല്ലാ ലൊക്കാലിറ്റിയിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക ഗ്രൂപ്പിലേക്ക്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടുത്തെ ആൾക്കാർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി കൺസംഷൻ അത് ട്രാക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഇലക്ട്രിക് ബില്ല്, ഗ്യാസ് ബില്ല്, വൈഫൈ, അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ബില്ല്. ഞങ്ങൾക്ക് ഇവിടെ വാട്ടർ ബില്ലില്ല. അപ്പം മെയിൻലാൻഡിലുള്ളവർക്കാണെങ്കിൽ അതും മോണിറ്റർ ചെയ്യണം. അപ്പം നമ്മൾ എക്സ്പെൻസ് മോണിറ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ എനർജി മോണിറ്റർ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചില വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് എന്ന് പറയുന്നത് LED ബൾബ് ആയിരിക്കത്തില്ല. മാറ്റിയിടാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടാൻ പറ്റുന്ന സമയത്ത് മാറ്റിയിടുക. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ അതേപോലുള്ള ഓട്ടോ ടൈമർ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴും ഹീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാം ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിച്ച് ഹീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കുക. പക്ഷേ ഇപ്പോൾ ഹീറ്റിംഗ് യൂസ് ചെയ്യേണ്ട സമയത്ത് ഹീറ്റിംഗ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇലക്ട്രിക് ബ്ലാങ്കറ്റ്സ്, ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഇലക്ട്രിക് ബ്ലാങ്കറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ ഹീറ്റർ എല്ലായിടത്തും ഹീറ്റിംഗ് വരുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഹീറ്റിംഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ എന്നും പറഞ്ഞ് നമുക്ക് ഹീറ്റിംഗ് എപ്പോഴും യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ വാഷിംഗ് മെഷീൻ, എസ്പെഷ്യലി ഡ്രയറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും യൂസ് ചെയ്യാതെ അതിൻ്റെ നമ്മളൊരു ഷെഡ്യൂൾ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യുക. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ഈ ഡ്രയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എനർജി കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് സ്പെൻഡ് ആവുന്നൊരു കാര്യമാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ വന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത, ഞാൻ വന്ന സമയത്തൊരു യൂസ്ഡ് ബൈസിക്കിൾ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈസിക്കിളിന് ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ ഈ റെയിൽ കാർഡ്, ബസ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോ ഏരിയയിലും ഓരോ രീതിയായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റ് ഇപ്പം നോർത്തേൺ ഇംഗ്ലണ്ടിലാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം മെയിൻലാൻഡിലാണെങ്കിൽ ഡിഫറെൻറ്റ് സർവീസസ് ഉണ്ട്. പിന്നെ ചില റെയിൽ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. സ്റ്റുഡൻസിന് നമുക്ക് 60 to 25 ആണെന്ന് തോന്നുന്നു. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും റെയിൽ കാർഡ് എടുക്കുമ്പോഴത്തേന്. പിന്നെ ലണ്ടനിലാണെങ്കിൽ ഓയിസ്റ്റർ കാർഡ്, പിന്നെ ഓഫ് പീക്ക് ടൈം ടിക്കറ്റ്സ് ഉണ്ട്. അപ്പം ട്രാവൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ ട്രാവൽ ടൈം മാറ്റാൻ പറ്റുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഓഫ് പീക്കിൽ പോകുക. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മന്ത്ലി, വീക്ക്ലി, ഡെയിലി, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇപ്പം സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മന്ത്ലി പാസ് അല്ലെങ്കിൽ വീക്ക്ലി പാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഞാൻ പറയുന്നില്ല ബൈസൈക്കിൾ, അത് നമുക്കിപ്പം ഞാൻ പറയുന്ന ബൈസൈക്കിളിൻ്റെ കാര്യമാണ്. ഒരിക്കലും നമ്മൾ ഈ ചെറിയ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ, അത് ഞാൻ പറയത്തില്ല. കാരണം അതിന് പലതരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ടാക്സിയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും, കാരണം കുറച്ചുകൂടെ അത് എക്സ്പെൻസീവാണ്. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ
നമ്മൾ സ്റ്റുഡൻസായിട്ട് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോജക്ട്സ്, അസൈൻമെൻറ്റ്സ്, പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസ് ചിലപ്പോൾ അതിലും വരാറുണ്ട്. അതിനകത്ത് കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രിൻറ്റിങ്ങിന് കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം ഫോർ എക്സാമ്പിൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഫ്ലോറിലും ഒരു പ്രിൻറ്റിങ് മെഷീൻ ഉണ്ട്. അപ്പം നമ്മുടെ ഐ ഡി വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് അതിനകത്തേക്ക് മണി ഇട്ടിട്ട് നമുക്ക് അതിനകത്ത് തന്നെ പ്രിൻ്റ് എടുക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ പുറത്തെ അപേക്ഷിച്ച് യൂണിവേഴ്സിറ്റിയിൽ കുറച്ചുകൂടെ ചീപ്പായിട്ട് തോന്നി. അതെല്ലായിടത്തും അതുപോലെ ആവണമെന്നില്ല. പിന്നെ ലൈബ്രറി റിസോഴ്സസ് കൂടുതൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില വീട്ടിൽ വൈഫൈ കണക്ഷൻ കാണണമെന്നില്ല. അപ്പം നമ്മൾ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചിലപ്പം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫാക്ടർ. കാരണം ഇപ്പോൾ തൊട്ടടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൈമിൽ അവിടെ പോയി നമ്മൾ കോഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതും കുറച്ചൊരു ബെനിഫിഷ്യലാണ്. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ സ്റ്റുഡൻസായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടുന്നൊരു കാര്യം. പിന്നെ ഷെയർഡായിട്ട് അക്കോമഡേഷൻ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ചീപ്പായിട്ട്. നമ്മൾ സ്റ്റുഡൻ്റായിട്ടൊക്കെ വരുമ്പോൾ പിന്നെ ബഡ്ജറ്റ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് എടുക്കുക. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിമാൻഡും കൂടുതലായിരിക്കും, ചിലപ്പം ക്യാഷും കൂടുതൽ. പക്ഷേ അതേ സമയത്ത് തൊട്ടടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വരാനും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ BNB, അതായത് ഈ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള അക്കോമഡേഷൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ BNB, അതായത് നമ്മൾ Airbnb പോലുള്ള അക്കോമഡേഷനൊക്കെ ചിലപ്പം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. പിന്നെ യൂണിവേഴ്സിറ്റീസിൻ്റെ അക്കോമഡേഷൻസ് അത് പല റേറ്റിന് അവൈലബിൾ ആണ്. അത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻസിൻ്റെ ഫെസിലിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ചീപ്പാണെന്നുണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യും. കാരണം കുറച്ചുകൂടെ അത് സെക്യൂറായിട്ട് നമുക്ക് തോന്നും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇപ്പം ഞാനിത് എൻ്റെ ഒരു നോളജ് വെച്ച് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഇതിനകത്ത് ഓൾറെഡി ഇവിടെ വന്ന ഇഷ്ടംപോലെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്